നമസ്കാരം. മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തിയിരിക്കുകയാണ്. ഇന്നാണ് കൊട്ടിക്കലാശം. മുന്നണികളെല്ലാം തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. മറ്റന്നാൾ ജനം വിധി എഴുതും. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇറാന് ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും അടക്കം തകർക്കുമെന്നാണ് ഭീഷണി. എന്നാൽ നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ ആക്രമണം താൽക്കാലികമായി മാറ്റാനും സാധ്യതയുണ്ട്. അതേസമയം എയർ ഇന്ത്യ സിഇഒ സ്ഥാനം രാജിവെച്ച ക്യാംബൽ വിൽസൺ രാജിവെച്ചെന്നുള്ള വാർത്തയും പുറത്തുവരുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തിയിരിക്കുകയാണ്. ഇന്നാണ് കൊട്ടിക്കലാശം. ഇതോടെ മൂന്നാഴ്ച നീണ്ടുനിന്ന പ്രചാരണം അവസാനിക്കുകയാണ്. ഓരോ മണ്ഡലത്തിന്റെയും വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറച്ച് സ്ഥാനാർത്ഥികളും നേതാക്കളും അണികളും എത്തും. അവസാന നിമിഷം വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ദേശീയ നേതാക്കൾ സജീവമായി എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. വികസനം വോട്ടാകുമെന്നും ഭരണ തുടർച്ച ഉറപ്പാക്കാനാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് LDF. എന്നാൽ ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. അതേസമയം ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷ NDAക്കുമുണ്ട്. നാളെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ ഏപ്രിൽ 9 വൈകിട്ട് 6 മണി വരെ മദ്യശാലകൾ തുറക്കില്ല. വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകളും ബാറുകളും കള്ളുഷാപ്പുകളും പ്രവർത്തിക്കില്ല. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപുള്ള 48 മണിക്കൂർ ഡ്രൈ ഡേ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വോട്ടെടുപ്പ് ദിനത്തിൽ നിയമസംരക്ഷണവും ക്രമസമാധാനവും ഉറപ്പിക്കുന്നതിനായാണ് നടപടി. വോട്ടെണ്ണൽ ദിനമായ മെയ് 4-നും ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്നും സംസ്ഥാനത്ത് മദ്യവിൽപ്പനയ്ക്ക് പൂർണ്ണ നിരോധനമുണ്ടാകും. തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നതിനുള്ള ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിർദ്ദേശം. ഇറാനിലെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമിട്ട് നടത്തിയേക്കുമെന്ന് പറഞ്ഞ സൈനിക ആക്രമണം അമേരിക്ക താൽക്കാലികമായി മാറ്റിവെച്ചേക്കുമെന്ന് റിപ്പോർട്ട്. നയതന്ത്ര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായാൽ ആക്രമണം മാറ്റിവെച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെയുള്ള സിവിൽ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. അതേസമയം യുഎസിന്റെ ഉപാധികൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. സമാധാന ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണം ഉടൻ ഉണ്ടായേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് തുറക്കുന്നതിനായി ഇറാന് നൽകിയ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ രാജ്യത്തെ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും പ്രതീകാത്മകമായി മനുഷ്യകവചം തീർക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഇറാൻ. ആഗോള ഷിപ്പിംഗ് പാതയായ ഹോർമൂസ് കടലെടുക്ക് ഇന്ന് അമേരിക്കൻ സമയം രാത്രി 8 മണിക്ക് മുൻപ് തുറന്നില്ലെങ്കിൽ ഇറാനെ തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെയാണ് പുതിയ നീക്കം. കായിക താരങ്ങൾ, കലാകാരന്മാർ, വിദ്യാർത്ഥികൾ എന്നിവരടങ്ങുന്ന ഇറാനിയൻ യുവജനതയോട് പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് സമീപം ഒത്തുചേരാനാണ് ഇറാൻ കായിക യുവജന മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. ഹോർമൂസ് തുറക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാറിൽ ഇറാൻ ഒപ്പിടണമെന്നതാണ് ട്രംപിന്റെ ആവശ്യം. ഇന്ത്യ-US ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി വിലയിരുത്തുന്നതിനും സഹകരണം വ്യാപിപ്പിക്കുന്നതിനുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ത്രിദിന സന്ദർശനത്തിനായി നാളെ വാഷിംഗ്ടണിലേക്ക് തിരിക്കും. ഏപ്രിൽ 8 മുതൽ 10 വരെയാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. US ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി വിദേശകാര്യമന്ത്രി നിർണായക ചർച്ചകൾ നടത്തും. വ്യാപാരം, പ്രതിരോധം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ചർച്ചയാകുമെന്നാണ് സൂചന. ഇന്ത്യ-US തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നടത്തിയ US സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് മിശ്രി സന്ദർശനത്തിന് പോകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല നയതന്ത്ര വിനിമയങ്ങളുടെ ഭാഗമാണിതെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ നടന്ന സന്ദർശന വേളയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എയർ ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാംബൽ വിൽസൺ രാജിവെച്ചതായി റിപ്പോർട്ട്. 2027 ജൂലൈ വരെ കാലാവധിയിലിരിക്കെയാണ് ക്യാംബൽ വിൽസൺ എയർ ഇന്ത്യയുടെ പടിയിറങ്ങുന്നത്. അതേസമയം എന്താണ് രാജിക്ക് കാരണമെന്നോ രാജി സംബന്ധിച്ച സ്ഥിരീകരണമോ ഇതുവരെ ലഭ്യമല്ല. 2022-ലാണ് ക്യാംബൽ വിൽസൺ എയർ ഇന്ത്യയുടെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത്. 5 വർഷത്തേക്കായിരുന്നു നിയമനം. വ്യോമയാന മേഖലയിൽ 3 പതിറ്റാണ്ടിലേറെ പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എയർ ഇന്ത്യയിൽ ചേരുന്നതിന് മുൻപ് സിംഗപ്പൂർ എയർലൈൻസിന് കീഴിലുള്ള സ്കൂട്ടിന്റെ സിഇഒ ആയിരുന്നു.
രാജ്യത്ത് വൈദ്യുതി പാചക രീതി വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി ഇൻഡക്ഷൻ സ്റ്റൗകൾ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് പാചകവാതക വിതരണത്തിലുണ്ടായ പ്രതിസന്ധിയും വിലക്കയറ്റവും സാധാരണക്കാരെ ബാധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക നീക്കം. പൊതുമേഖലാ സ്ഥാപനമായ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ് വഴിയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ഉപഭോക്താക്കൾ സ്റ്റൗവിന്റെ യഥാർത്ഥ തുക മാത്രം മാസത്തവണകളായി തിരിച്ചടച്ചാൽ മതിയാകും. ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. വായ്പയുടെ പലിശ ഇനത്തിലുള്ള തുക ഈ സ്ഥാപനങ്ങൾ സബ്സിഡിയായി നൽകും. 2023 ആരംഭിച്ച നാഷണൽ എഫിഷ്യൻസ് കുക്കിംഗ് പ്രോഗ്രാം വിപുലീകരിച്ചുകൊണ്ടായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കുക. നിലവിൽ ഈ പദ്ധതിയിൽ പലിശ സബ്സിഡി ഉൾപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ വൈദ്യുത പാചക രീതിയിലേക്ക് മാറാൻ ഇത് അവസരമൊരുക്കും. അമരാവതിയെ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി വിജ്ഞാപനം ചെയ്ത് സംസ്ഥാന സർക്കാർ. ആന്ധ്രാപ്രദേശ് പുനഃസംഘടന 2026 നിയമപ്രകാരം അമരാവതിയെ പുതിയ തലസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ഗസറ്റ് വിജ്ഞാപനത്തിൽ സർക്കാർ ഒപ്പുവച്ചു. ഗസറ്റ് പ്രകാരം 2024 ജൂൺ 2 മുതൽ മുൻകാല പ്രാബല്യത്തോടെ വിജ്ഞാപനം പ്രാബല്യത്തിൽ വരും. ആന്ധ്രാപ്രദേശ് തെലങ്കാന വിഭജനം കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് ശേഷമാണ് തലസ്ഥാനം മാറ്റുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്നാണ് തലസ്ഥാന മാറ്റത്തെ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു വിശേഷിപ്പിച്ചത്. ആന്ധ്രാപ്രദേശ് പുനഃസംഘടന നിയമത്തിന് ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് തലസ്ഥാന മാറ്റത്തിന് വഴിയൊരുങ്ങിയത്. പുതിയ മാറ്റത്തിൽ ചന്ദ്രബാബു നായിഡു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അഗാധമായ നന്ദി രേഖപ്പെടുത്തി. 2014 തെലങ്കാന രൂപീകരിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും സംയുക്ത തലസ്ഥാനമായി 10 വർഷത്തേക്ക് ഹൈദരാബാദ് തുടരാനായിരുന്നു തീരുമാനം. 10 വർഷം പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് അമരാവതിയെ പുതിയ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത്. തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ് തന്നെയായിരിക്കും. രാജ്യത്ത് നിലനിൽക്കുന്ന ഓട്ടോ LPG ക്ഷാമത്തിന് പരിഹാരമായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ താൽക്കാലികമായി പെട്രോളിലേക്ക് മാറണമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. പെട്രോൾ എപ്പോഴും ലഭ്യമാണെന്നും LPG ലഭ്യതയിൽ ആഗോളതലത്തിൽ തന്നെ കുറവുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദാവൺഗറിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിതരണത്തിൽ LPG വില കിലോയ്ക്ക് 110 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കേന്ദ്രങ്ങളിൽ ഇതിന് 89 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. രാജ്യത്ത് ആവശ്യമായ LPGയുടെ 60% മാത്രമാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 40% ഇറക്കുമതി ചെയ്യുകയാണ്. കർണാടകയിലെ 372 വിതരണ കേന്ദ്രങ്ങളിൽ 72 എണ്ണം മാത്രമാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ളത്. ബാക്കി 300 എണ്ണവും സ്വകാര്യ കമ്പനികളുടെ നിയന്ത്രണത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുത്തുന്നതായി സംശയിക്കുന്ന 1140 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 21 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 21 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് MDMA, കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിനും വിപണനത്തിനും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സംബന്ധിച്ച് വിവരങ്ങൾ സ്വീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതിനായി 24 മണിക്കൂറും ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. 1 ഗ്രാം സ്വർണത്തിന് 75 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,735 രൂപയായി. 1 പവൻ സ്വർണത്തിന് 600 രൂപ കുറഞ്ഞ് 1,09,880 രൂപയാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണ വിലയിലും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 60 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 11,290 രൂപയാണ് 1 ഗ്രാമിന്. പവനാകട്ടെ 480 രൂപ കുറഞ്ഞ് 90,320 രൂപയായി. വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 250 രൂപയിലാണ് വ്യാപാരം തുടങ്ങുന്നത്. ഇതോടെ 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. നാളെ ഇതേ സമയം കാണാം. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി സഫ്വാൻ ചേരും. നമസ്കാരം.